സ്കൂൾ കലോത്സവത്തിനെ കൊല്ലത്ത് ഒരുക്കിയിട്ടുള്ള 24 വേദികളിലേക്ക് ഒരുക്കിയിട്ടുള്ള 24 വേദികൾക്ക് മലയാളത്തിൻ്റെ അഭിമാനമായ സാംസ്കാരിക പ്രതിഭകളുടെ പേരാണ്. ആശ്രാമ മൈതാനത്തെ പ്രധാന വേദി ONV കുറുപ്പിൻ്റെ പേരിൽ അറിയപ്പെടും. അവിടെ നിന്ന് 14 കിലോമീറ്റർ അകലെ ചവറയിൽ ONVയുടെ ജന്മഗൃഹത്തിൽ നിന്നും മനീഷ് മഹിപാൽ ചേരുന്നു. കേരളത്തിൻ്റെ കൗമാര കലാവൈഭവത്തിന് തിരശ്ശീല ഉയരുമ്പോൾ പ്രധാനമായും 24 വേദികളുണ്ട്. 24 വേദികൾക്കും സാംസ്കാരിക പ്രതിഭകളുടെ പേരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വേദി ആശ്രാമ മൈതാനത്തെ വേദിക്ക് ONV സ്മൃതി എന്ന പേരാണുള്ളത്. ഞാൻ നിൽക്കുന്നത് ആ പ്രധാന വേദിയിൽ നിന്നും 14 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചവറയിലെ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായിട്ടുള്ള ONV കുറുപ്പിൻ്റെ ജന്മഗൃഹത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എഴുത്തുപുര ഉള്ളത്. അദ്ദേഹം എഴുതാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയും കുട്ടിക്കാലം മുതലേ സമയം വിനിയോഗിച്ച ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഈ എഴുത്തുപുര, വീടിന് സമീപത്തെ എഴുത്തുപുര ഒരു സ്മാരകം പോലെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാത്തു സൂക്ഷിക്കുന്നത്. അദ്ദേഹം ഇരുന്ന കസേര, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേന, അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടിൽ കാണാം. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക പ്രതിഭകളൊക്കെ തന്നെ എത്തി വലിയ ചർച്ച നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് വലിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം 27ാമത്തെ വയസ്സ് വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ കൂടിയായിട്ടുള്ള ജ്യോതികുമാർ പറഞ്ഞത്. അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പ്രീ ഡിഗ്രിയും BCom അവിടെ നിന്നാണ് പഠിച്ചത്. അതിനിടയ്ക്ക് പിന്നെ ITIക്ക് ചേർന്നു. അത് കഴിഞ്ഞ് പിന്നെ രാഷ്ട്രീയമായിപ്പോയി. എനിക്കും രാഷ്ട്രീയമായിപ്പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ CPI എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ് ഞാൻ ചാടിയത്. ഇവിടെ ഈ ചവറയിൽ കേരളത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കുന്ന നാടകത്തിൻ്റെ മുഴുവൻ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയത് ഇവിടെ തന്നെയാണ്. ദേവരാൻ മാഷാണ് ഇവിടെ വന്നിരുന്നതാണ് ചിട്ടപ്പെടുത്തിയതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കൊച്ചിൽ. അതുപോലെ തന്നെ വയലാർ അടക്കമുള്ള പ്രഗത്ഭന്മാർ എഴുത്തുകാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ ചവറയിലെ കരിമണൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ, കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നല്ല നല്ല വരികൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരുപാട് നാടകഗാനങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ, ഇതിനൊക്കെ ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒട്ടനവധി ആളുകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം കാണാൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.